ബംഗാളിൽ കാർഷിക മേഖലയിൽ ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഗ്രാമങ്ങളിൽ ജനങ്ങൾ മിച്ചമുണ്ടാക്കി ഈ കാർഷിക വിളകൾ അവരുടെ ആവശ്യത്തിനെടുത്തിട്ട് വിറ്റഴിക്കാൻ കഴിയും. അതുകൊണ്ട് ഭക്ഷ്യ പദാർത്ഥങ്ങളുടെ വില കുറഞ്ഞു. നമസ്കാരം. ഇത് കേട്ടല്ലോ, ബഹുമാന്യനായ MA ബേബി അങ്ങേക്ക് ഉളുപ്പുണ്ടോ എന്ന് വളരെ വിനീതനായി ചോദിച്ചു പോവുകയാണ്. 34 വർഷം ബംഗാൾ ഭരിച്ചിട്ട് ആ ബംഗാളിൽ നിന്നും ബംഗാളികളായ സാധാരണക്കാർ ജീവിക്കാൻ യാതൊരു തരത്തിലും നിവൃത്തിയില്ലാതെ കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്തെത്തുന്നു. ഒരു നേരത്തെ അഷ്ടിക്ക് വേണ്ടി, കുടുംബം പോറ്റുവാൻ വേണ്ടി കേരളത്തിൽ വന്ന് അവർ കക്കൂസ് കഴുകുന്നു, കാന കോരുന്നു. കക്കൂസ് കഴുകലും കാന കോരലും ഒന്നും ചെറിയ പണിയായി കണക്കിലെടുക്കുന്നില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ബംഗാളിലുള്ളവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നേരം കഴിഞ്ഞു കൂടണമെങ്കിൽ കക്കൂസ് കഴുകുന്നതിനേക്കാളോ കാന കഴുകുന്നതിനേക്കാളോ നല്ലൊരു പണി ബംഗാളിൽ അവർക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? 34 വർഷം കേരളം ഭരിച്ച് സമത്വ സുന്ദരമാക്കും എന്ന് അവകാശപ്പെട്ടുകൊണ്ട് 34 വർഷം ബംഗാൾ അടക്കി ഭരിച്ച CPMന്റെ ചുവന്ന കൊടികൾ മാത്രം പാറി പറന്നിരുന്ന പശ്ചിമ ബംഗാളിൽ ഇന്ന് സാധാരണക്കാരായ ബംഗാളികൾക്ക് ജീവിക്കാൻ യാതൊരു തരത്തിലും ഗതിയില്ലാതെ അവർ കേരളത്തിൻ്റെ തെരുവോരങ്ങളിലെ കാനകൾ കോരുന്നു, തെരുവോരങ്ങളിൽ തമ്പടിച്ചു കിടക്കുന്നു. അതുപോലെ കേരളത്തിലെ പലവിധ തൊഴിലുകളും ചെയ്ത് അവർ നിത്യവൃഷ്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നിത്യവൃത്തി കഴിക്കുന്നതിന് വേണ്ടി ബംഗാളിൽ നിന്ന് ദൂരം യാത്ര ചെയ്തവർ കേരളത്തിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ടാണ് 34 വർഷം ഭരിച്ച CPMന് ബംഗാളികളെ പോലും നല്ലൊരു ജീവിതം കൊടുക്കാൻ സാധിക്കാതെ, സംരക്ഷിച്ചു നിർത്താൻ കഴിയാതെ പോയത്? എന്നിട്ടും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ MA ബേബി പറയുന്നു, ഞങ്ങൾ ബംഗാളിൽ മികച്ച ഭരണമാണ് കാഴ്ചവെച്ചത്. ബംഗാളിലെ കാർഷിക മേഖലയിൽ ഏതാണ്ട് 80-82% കൃഷിക്കാരാണ് ബംഗാളിലുള്ളത്. ഇപ്പോഴും കാർഷിക വൃത്തി തന്നെയാണ് ബംഗാളിൻ്റെ പരമോന്നതമായ വരുമാന മാർഗം. കലയും സംസ്കാരവും എല്ലാം വേണ്ടത്ര രീതിയിൽ സമന്വയിച്ച് കിടക്കുന്ന വിശ്വമഹാകവി ടാഗോറിൻ്റെ നാടായ ബംഗാളിൽ ഇന്ന് ദാരിദ്ര്യം കൊടികുത്തി വാഴുന്നു എന്ന് സമ്മതിക്കാൻ MA ബേബിക്ക് സാധിക്കുന്നില്ല. അപ്പോഴും അദ്ദേഹം പറയുന്നു, 34 വർഷക്കാലത്തെ ഭരണം കൊണ്ട് ഞങ്ങൾ ബംഗാളിനെ കാർഷിക വികസന മേഖലയാക്കി മാറ്റി. ബംഗാളിലെ കാർഷിക മേഖലയിൽ ഇപ്പോഴും കൃഷിപ്പണിക്കാർ അവിടെ മിച്ചം വയ്ക്കുന്നു. എന്താണ് മിച്ചം വയ്ക്കുന്നത്? വിശപ്പ്. എന്ത് മിച്ചമാണ് ബംഗാളിലെ കാർഷിക വൃത്തിക്കാരായ കർഷകർ എന്ത് മിച്ചമാണ് വയ്ക്കുന്നത് എന്നുള്ളത് MA ബേബി വ്യക്തമാക്കണം. മറ്റൊന്നുകൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, വ്യാവസായിക മേഖലകളിൽ പട്ടണങ്ങളിൽ ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഭരണത്തിൽ കാലിടറിയിട്ടുണ്ട്, തെറ്റുപറ്റിയിട്ടുണ്ട്. അതായത് വ്യാവസായികവൽക്കരണം കൊണ്ടുവരുന്നതിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തതിൽ ഞങ്ങൾക്ക് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റി. എന്നാൽ വീണ്ടും ഞങ്ങൾ ഭരണത്തിൽ വരും ഈ തെരഞ്ഞെടുപ്പിൽ എന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല എന്നാണ് MA ബേബി പറയുന്നത്. അത്രയും സന്തോഷം. എന്നാൽ പശ്ചിമ ബംഗാളിലെ പാവപ്പെട്ടവരുടെ സ്വരം ബംഗാളിലെ നിയമസഭയിൽ കേൾപ്പിക്കുന്നതിന് വേണ്ടി 2-3 അല്ലെങ്കിൽ അതിലധികമോ നിയമസഭാ സാമാജികരെ ഇക്കുറി 2026 ബംഗാൾ നിയമസഭയിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് CPMന്റെ ദേശീയ സെക്രട്ടറിയായ MA ബേബി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. കഷ്ടാൽ കഷ്ടം എന്നല്ലാതെ ഉളുപ്പുണ്ടോ ബേബി സഖാവേ എന്നല്ലാതെ മറ്റെന്താണ് സാമാന്യേന നിങ്ങളോട് ചോദിക്കാൻ കഴിയുക? ജീവിക്കാൻ ഒരു ഗതിയില്ലാതെ, ഒരു ഗതിയും പരഗതിയുമില്ലാതെ ബംഗാളികൾ കുടുംബത്തെ പാടി പലായനം ചെയ്ത് കേരളത്തിൽ വന്ന് ഓരോരോ തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നു. കേരളത്തിൽ വന്ന് ഇത്ര നിസാര തൊഴിലുകൾ ചെയ്ത് ജീവിക്കേണ്ടി വന്ന അവർക്ക് എന്തുകൊണ്ടാണ് 34 വർഷം ബംഗാൾ ഭരിച്ച നിങ്ങൾ CPMകാർ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്ന ഒരു ജോലി കിട്ടത്തക്ക രീതിയിൽ ബംഗാളിനെ അഭിവൃദ്ധിപ്പെടുത്താതിരുന്നത് എന്ന ചോദ്യത്തിന് MA ബേബി എന്തുത്തരം പറയുന്നു? 34 വർഷം ബംഗാൾ ഭരിച്ച CPM ബംഗാളിനെ തകർത്തെറിഞ്ഞു എന്നാണ് പ്രതിപക്ഷ നിരയിലുള്ള എല്ലാവരും പറയുന്നത്. ഇതിന് തൃണമൂൽ കോൺഗ്രസ് വക്താവായ മമതാ ബാനർജി തന്നെ പറയുന്നത്.
എന്നിട്ടും ബംഗാളിൽ കാർഷിക അഭിവൃദ്ധി ഉണ്ടാക്കി ബംഗാളിൽ ഇപ്പോഴും കാർഷികാഭിവൃദ്ധി അല്ലെങ്കിൽ കാർഷിക വൃത്തി ചെയ്യുന്ന ആളുകൾ മിച്ചം വയ്ക്കുന്നു എന്നാണ് MA ബേബി പറയുന്നത്. അത് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ കണ്ടു എന്നാണ് പറയുന്നത്. ഹിന്ദു പോലുള്ള ഇംഗ്ലീഷ് പത്രങ്ങളിൽ ബംഗാളിലെ ഇത്തരം കാര്യങ്ങൾ അച്ചടിച്ചു വരുമ്പോൾ അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുക്കേണ്ടത് തന്നെയാണ് എന്നാണ് MA ബേബി പറയുന്നത്. MA ബേബി സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങണം. പുസ്തകങ്ങളിൽ മാത്രം കമ്മ്യൂണിസവും വിപ്ലവ പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും നവോത്ഥാനവും പടുത്തുയർത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ മാത്രം അക്ഷരങ്ങളിൽ മാത്രം അത് കാണുന്ന ആളുകൾ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അടിസ്ഥാന വർഗത്തിൻ്റെ, അടിയാള വർഗത്തിൻ്റെ, അധസ്ഥിത വർഗത്തിൻ്റെ കണ്ണീരും വിയർപ്പും വറ്റുണങ്ങിയ പാവപ്പെട്ടവൻ്റെ, അഷ്ടിക്ക് വകയില്ലാത്തവൻ്റെ, കഞ്ഞിക്ക് ഗതിയില്ലാത്തവന്റെ ജീവിതം അടുത്തു നിന്ന് കാണാൻ സാധിക്കണം. പുസ്തകങ്ങളിലോ ന്യൂസ് പേപ്പറുകളിലോ വരുന്ന വാർത്തകളെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ വിശകലനം നടത്തുന്നത് ഭൂഷണമാകില്ല. കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, കിടന്നുറങ്ങാൻ ഒരു കൂര പോലുമില്ലാത്ത ആളുകൾ ബംഗാളിൽ നിന്ന് പലായനം ചെയ്ത് കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ അപ്പോഴും MA ബേബി പറയുന്നു 34 വർഷം കേരളം ബംഗാൾ ഭരിച്ച CPM അവിടെ തേനും പാലും ഒഴുക്കി. ഞങ്ങൾ കാലിടറിയത് വ്യവസായവൽക്കരണത്തിൽ മാത്രമാണ്. ഭാഗ്യം, അതെങ്കിലും സമ്മതിച്ചല്ലോ. MA ബേബി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയ കാര്യങ്ങളാണ് ഇവ. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. CPIM-നെ സംബന്ധിച്ചിടത്തോളം ഭരണമില്ല, പക്ഷെ ജനങ്ങളുമായി ഉറ്റബന്ധമുണ്ട്, പാവപ്പെട്ടവരുമായിട്ട് ഉറ്റബന്ധമുണ്ട്. ആ ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിയും. പിന്നെ 34 വർഷം തുടർച്ചയായിട്ട് ഇവിടെ സംസ്ഥാന ഭരണത്തിലിരുന്നു. മായ്ച്ചു കളയാൻ കഴിയാത്ത നേട്ടങ്ങൾ ആ ഭരണകാലത്തുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇന്നലത്തെ ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രം ഞാൻ വായിക്കുകയായിരുന്നു. ഡൽഹിയിൽ നിന്ന് ആണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്, തമിഴ്നാട്ടിലെ പ്രചരണം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൽ എഡിറ്റ് പേജിൽ ഒരു ലേഖനം എന്ന് പറയുന്നത് ബംഗാളിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ ഒരു വിശകലനമാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പഠിക്കുന്ന ഒരു പണ്ഡിത രണ്ടുപേരും ചേർന്ന് എഴുതിയതാണ്. നിങ്ങൾക്ക് വായിക്കാം, എൻ്റെ കയ്യിൽ അതുണ്ട്. അതിനകത്ത് പറയുന്നത് എന്താ, 1980 മുതൽ 2000 വരെ 20 വർഷം ബംഗാളിൽ കാർഷിക മേഖലയിൽ ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഗ്രാമങ്ങളിൽ ജനങ്ങൾ മിച്ചമുണ്ടാക്കി. ഈ കാർഷിക വിളകൾ അവരുടെ ആവശ്യത്തിനെടുത്തിട്ട് വിറ്റഴിക്കാൻ കഴിയും. അതുകൊണ്ട് ഭക്ഷ്യ പദാർത്ഥങ്ങളുടെ വില കുറഞ്ഞു. ഗ്രാമങ്ങളിലുള്ള ജനങ്ങളുടെ ജീവിതം സുഭിക്ഷമായി. എന്നാൽ നഗരങ്ങളുടേതായ കാരണങ്ങളാൽ പ്രശ്നങ്ങളുണ്ടായി. കാര്യം വ്യവസായവൽക്കരണം ഇതിന് സമാന്തരമായി നടന്നിട്ടില്ല. അവിടെയാണ് ബംഗാൾ പുറകോട്ട് പോയത്. അപ്പം ഈ വിശകലനം കാണുമ്പോൾ ഇന്നിപ്പോൾ പ്രസംഗിക്കുമ്പോൾ ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്താണ് കാർഷിക മേഖലയിൽ ഞങ്ങൾ സാധാരണ പറയാറുണ്ടായിരുന്നതാണ്, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ ഒരു 2 വിദഗ്ധർ ചേർന്ന്, ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ മലയാള മനോരമയാണ്, ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള ഇംഗ്ലീഷ് പത്രങ്ങളിലൊന്നാണ്. അതിൻ്റെ എഡിറ്റ് പേജിൽ അവർക്ക് ഈ ലേഖനം പ്രസിദ്ധീകരിക്കേണ്ടി വന്നു. അപ്പം ജനങ്ങളോട് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്, നമ്മളുണ്ടാക്കിയ ഇടതുമുന്നണി ഗവൺമെന്റ് ഇവിടെ ഉണ്ടാക്കിയ നേട്ടം നിങ്ങൾ മറക്കരുത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചില തെറ്റുകുറ്റങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട്. ആ തെറ്റുകുറ്റങ്ങൾ പറ്റിപ്പോയത് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. അപ്പം അതിന് ക്ഷമ തരാൻ ജനങ്ങൾക്ക് കഴിയുന്ന നിമിഷം വലിയ കുതിച്ചുചാട്ടമാണ് ഇടതുപക്ഷത്തിന്റെ സ്വാധീനത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. കാര്യം ഇവർ നല്ലത് ചെയ്തവരാണ്. ഇടയ്ക്ക് അവിടെ ഇവിടെയും കുറേ തെറ്റുകുറ്റങ്ങൾ പറ്റിയത് ബോധപൂർവ്വമല്ല. വ്യവസായവൽക്കരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഭൂമിയെല്ലാം ഏറ്റെടുക്കാം എന്ന് പറഞ്ഞുള്ള പദ്ധതിയായിട്ട് വന്നത്. അതുമായി ബന്ധപ്പെട്ടാണല്ലോ പ്രധാനമായിട്ടും പ്രശ്നമുണ്ടായത്. അപ്പോൾ അത് ചെയ്യേണ്ട രീതിയിലല്ല ചെയ്തതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം വ്യവസായവൽക്കരണത്തിന് ഭൂമി ഏറ്റെടുക്കാൻ. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഒരു പിഴവ് പറ്റി എന്നുള്ളത് സമ്മതിച്ചിട്ട്, പക്ഷെ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത മഹത്തായ കാര്യങ്ങളുണ്ട്. അത് ജനങ്ങളെ ഓർപ്പിക്കാൻ കഴിഞ്ഞാൽ ബംഗാളിലെ ജനങ്ങൾ തിരിച്ചു വരും. അതുകൊണ്ട് ഒരു വാചകത്തിൽ മറുപടി പറഞ്ഞാൽ, മുമ്പ് ഏത് തെരഞ്ഞെടുപ്പിലും ഈ തിരിച്ചടി ഉണ്ടായതിനു ശേഷം മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അത് ഇടതുമുന്നണി ഭരണത്തിലേക്ക് വരുമെന്നുള്ളതേ അല്ല, അത് വളരെ ഭ്രാന്തമായ ഒരു അവകാശവാദമാവും. അത് ഞങ്ങൾ പറയുന്നില്ല. നിയമസഭയിൽ പ്രാതിനിധ്യം നേടി പാവപ്പെട്ടവരുടെ ശബ്ദം പശ്ചിമബംഗാൾ നിയമസഭയിൽ മുഴക്കാനുള്ള അവസരം ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ്. അതിൽ നല്ല തോതിലുള്ള വിജയം ഞങ്ങൾക്കുണ്ടാകുന്നതാണ് ഞങ്ങളിപ്പോൾ കണക്ക്.